നമസ്കാരം. പാകിസ്ഥാനിൽ മതനിന്ദ ആരോപിച്ചുകൊണ്ട് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഒരു വിനോദസഞ്ചാരിയെ തൂക്കിലേറ്റി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖയിലെ സ്വാത് ജില്ലയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഖുറാനെ അവഹേളിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് രോക്ഷാകുലരായ ജനക്കൂട്ടം പഞ്ചാബിലെ സിയാൽകോട്ട് സ്വദേശിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചാബിലെ സിയാൽകോട്ട് നിവാസിയായ ഖമർ അസീസിന്റെ മകനായ മുഹമ്മദ് ഇസ്മായിലാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. തുടർന്നുണ്ടായ സംഘർഷത്തിൽ 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വിനോദസഞ്ചാരി പ്രാദേശിക ഹോട്ടലിൽ താമസിച്ചു വരികയായിരുന്നു ഈ മുഹമ്മദ് ഇസ്മായിൽ വിശുദ്ധ ഖുറാനെ അവഹേളിച്ചു എന്ന തരത്തിലുള്ള ആരോപണം ഉയർന്നിരുന്നു. ഈദ് അവധിക്ക് സ്വാത് സന്ദർശിക്കാൻ എത്തിയ ആളാണ് ഇദ്ദേഹം. ഇയാൾക്കെതിരെ പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ പോലീസ് തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ പ്രകോപിതരായ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പ്രതിയെ സ്റ്റേഷനുള്ളിൽ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലുകയും അതിനുശേഷം മൃതദേഹം പട്ടണത്തിലൂടെ വലിച്ചിഴച്ച ശേഷം തൂക്കിലേറ്റുകയുമായിരുന്നു എന്നാണ് ദി എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രകോപിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷനും തീയിട്ടിട്ടുണ്ടായിരുന്നു. ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരെ തുരത്തി ഓടിച്ചു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന പോലീസ് വാഹനങ്ങൾക്കും തീയിട്ടിരുന്നു. ഈ പ്രദേശം ഇപ്പോൾ സംഘർഷഭരിതമായി തന്നെ തുടരുകയാണ്. നിലവിൽ ഇവിടെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ തമ്പടിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.